നമുക്കേ തേങ്ങ ഒന്നും വറുത്തരച്ച് ചേർക്കാണ്ട് നമുക്കൊരു കടലക്കറി ഉണ്ടാക്കിയാലോ കുട്ടിക്ക്. അത് നല്ല കുറുന്നനെ ഇട്ടിട്ടാണ്. അപ്പോൾ ഞാൻ തലേദിവസം കടല വെള്ളത്തിട്ടുണ്ട് കുതിർത്തിട്ടുണ്ട്. നമുക്കത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു 5-6 വിസിലടിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മളെ കടലക്കറിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് മസാലക്കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. തക്കാളിയൊക്കെ ഒന്ന് വെന്തടന വരെ വഴറ്റി കൊടുക്കുക. നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇടണം. അതിന് മുന്നേ നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞിടുക. പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് മസാലപ്പൊടികളായിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി, പിന്നെ ഒരു ടീസ്പൂണോളം ഗരം മസാല ഇട്ടിട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് ചൂടാറിയിട്ട് അതിന് കുറച്ച് മസാലയും കുറച്ച് കടലയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നമുക്ക് ബാക്കി മസാല ഉണ്ടാവുമല്ലോ, അതിലേക്ക് നമുക്ക് ഈ കടല ഒഴിച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാവേ. തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ അരപ്പുണ്ടല്ലോ, നമ്മൾ ഈ കടലയും മസാലയും കൂട്ടി അരച്ചരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് തിളപ്പിച്ച് നമ്മളെ കടലക്കറി റെഡി കേട്ടോ. നല്ല കുറുന്നനായിട്ടുണ്ട് കടലക്കറി. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളുമാണ് കേട്ടോ. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.